ലീഗ് സഹോദര പാർട്ടിയാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിന്റെ മതേതര ഘടന നിലനിർത്തുന്നതിൽ മുസ്ലിം ലീഗ് സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞു. ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എ.ഐ.സി.സി. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതെന്ന ബി.ജെ.പിയുടെയും ഹിന്ദു സമുദായ സംഘടനകളുടെയും വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സതീശന്റെ പുതിയ പ്രസ്താവന. തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസിലെത്തി ലീഗ് നേതാക്കളെ സന്ദർശിച്ച് സതീശൻ നേതൃത്വവുമായി ചർച്ചകൾ നടത്തി. യു.ഡി.എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ലീഗ്. മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം ഒരു ടീമായിട്ടാണ് ഇത്തവണ നമ്മൾ പ്രവർത്തിച്ചതെന്നും ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയോടെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. യു.ഡി.എഫ് ശക്തമായ മതേതര നിലപാടാണ് സ്വീകരിച്ചതെന്നും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആ നിലപാടിന് പിന്നിലെ ശക്തി ശിഹാബ് തങ്ങളായിരുന്നു. മുനമ്പം പള്ളുരുത്തി വിഷയങ്ങളിലടക്കം വർഗീയ പ്രചരണങ്ങളിലൂടെ ഭിന്നതയുണ്ടാക്കാൻ പല ശക്തികളും ശ്രമിച്ചു. എന്നാൽ ലീഗും ശിഹാബ് തങ്ങളും സ്വീകരിച്ച നിലപാട് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ബാബറി മസ്ജിദ് തകർത്ത കാലത്തും ലീഗ് നേതൃത്വം സമാനമായ മതേതരത്വ നിലപാടാണ് സ്വീകരിച്ചതെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. യു.ഡി.എഫിന്റെ മതേതര നിലപാടിനെ ലീഗ് നിരന്തരം പിന്തുണച്ചിട്ടുണ്ടെന്നും പാർട്ടിയിലെ ഒരു നേതാവ് പോലും വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് ദുർബലമായാൽ ആ സ്ഥാനം ആർക്കായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ വന്നാൽ കേരളം തന്നെ അപകടത്തിലാകും. നമ്മൾ സഹോദര സംഘടനകളാണ്, ഒന്നിച്ചു നിൽക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയമുറപ്പിക്കുന്നതിൽ ലീഗ് പ്രധാന പങ്ക് വഹിച്ചു. യു.ഡി.എഫിലെ മറ്റ് സഖ്യകക്ഷികളും പരസ്പരം പിന്തുണച്ചതായും സതീശൻ പറഞ്ഞു. ഭരണത്തിലും ലീഗുമായും സമാന ഏകോപനം തുടരുമെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വകുപ്പ് വിഭജനത്തിൽ ആദ്യഘട്ടം പൂർത്തിയായെന്നും വിശദാംശങ്ങൾ ഞായറാഴ്ച പ്രഖ്യാപിക്കും ും അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന വേളയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതുപോലെ അതേ മനോഭാവത്തോടെ തന്നെയായിരിക്കും വകുപ്പ് വിഭജനവും കൈകാര്യം ചെയ്യുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങൾക്ക് അനുയോജ്യനായ മുഖ്യമന്ത്രിയാണ് സതീശെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. ലീഗിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തു. സതീശൻ സംസ്ഥാനത്തിന്റെ കരുത്തായി മാറിയിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. മുതിർന്ന ലീഗ് നേതാക്കളായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.എം.എസ്. സലാം, ഇ.ടി. മുഹമ്മദ് ബഷീർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. 22 എം.എൽ.എമാരുള്ള ലീഗ് യു.ഡി.എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തീരുമാനമെന്ന് ബി.ജെ.പി. നേതാക്കളും എൻ.എസ്.എസ്. ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായരും എസ്.എൻ.ഡി.പി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനും പ്രതികരിച്ചിരുന്നു.